എൻ്റെ പേര് ജോസഫ്. എൻ്റെ ജോലി വെൽഡിങ് ജോലിയാണ്. ഞാനും ദൈവമായിട്ടുള്ള ബന്ധം ക്രൂശിക്കപ്പെട്ട യേശുവിനെ കാണുകയും ആ യേശുവിൻ്റെ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്തു. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ മകനെ, ഭൂമിയിൽ എനിക്ക് വേണ്ടി ജീവിക്കാൻ മക്കളില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ തലയ്ക്ക് മുകളിൽ കിടന്നുകൊണ്ടാണ് പറയണേ, രക്തവും വെള്ളം എല്ലാം എൻ്റെ തലയിലേക്ക് ഒഴുകിയിട്ട് പറഞ്ഞു, എൻ്റെ മകനെ, ഇന്നും ഭൂമിയിൽ എനിക്ക് വേണ്ടി ജീവിക്കാൻ മക്കളില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവെ, എനിക്ക് ഇത്രയും കാലം എനിക്കങ്ങനെ അറിയത്തില്ലായിരുന്നു, ഇനി മുതൽ ഞാനുണ്ടാവുമെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ 30 വർഷം പൂർത്തിയാകുമ്പോഴാണ്. അപ്പോൾ ഈ 30 വർഷത്തെ നിന്ന് യേശുവിനെ ഇന്നും ആ യേശുവിനെ തന്നെ ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 2009 എൻ്റെ മകനെ കുളത്തിൽ കുളിക്കാൻ പോയപ്പോഴത്തേനും വെള്ളത്തിൽ മുക്കി കൊന്നു കളഞ്ഞു. സാത്താൻ്റെ ഭയങ്കര പരീക്ഷണവും ഭയങ്കര ഒരു സഹനങ്ങളും. 2017 സംഗതി വേളാങ്കണ്ണിക്ക് ടൂർ പോയതാണ്. ഭാര്യ മനക്കട കൂടിയിട്ട് അപ്പോൾ അവിടെ വണ്ടി മറിച്ച് നടുവടിച്ച് അതിനെ കൊന്നു കളഞ്ഞു. അപ്പോൾ എന്നിട്ടും വീട് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി അവിടുന്ന് വിട്ട് ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ ഈ സ്ഥലമൊക്കെ ദൈവം എനിക്ക് ഈ സ്ഥലവും വരെയൊക്കെ മേടിച്ച് തന്നു. ഇവിടെ എല്ലാം വെച്ച് ഏറ്റവും ഭംഗിയായിട്ട് എന്നെ കൊണ്ട് നടക്കുന്നു, കരുതിക്കൊണ്ടിരിക്കുന്നു. അപ്പം ജോബിൻ്റെ സഹനം എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതം സ്വർഗരാജ്യമാണ് ലക്ഷ്യം. അപ്പോൾ പിന്നെ ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം സഹനം വന്നാലും നമുക്കൊരു വിഷമമായിട്ട് തോന്നിയിട്ടുമില്ല വരെ. അതുകൊണ്ട് എനിക്കിന്നും ഈ നിമിഷം വരെയും ഈ വിശുദ്ധ കുർബാനയിലൂടെ യേശുവിനെ കാണാനും അറിയാനും അനുഭവിക്കാനും സാധിക്കുന്നു.